ടെസ്റ്റിംഗ് ഹലോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കഴിഞ്ഞു പോയി. ടെസ്റ്റിംഗ് ഹലോയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കാനഡയിൽ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എന്നെ എക്സൈറ്റ് ചെയ്യിച്ച അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടെക്നോളജീസിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അനദർ ഡേ. ഒരുങ്ങാം. നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടണമെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. എനിക്കറിയത്തില്ലായിരുന്നു. ഈ എല്ലാവരുടെയും മുഖത്ത് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്ലോ വരത്തില്ലേ, അപ്പോൾ ഇതിന് ഗ്ലോ റെസിപ്പി. ആദ്യം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ടത് ഈ ഹോസ്പിറ്റൽ ബെഡില്ലേ, ഈ ഹോസ്പിറ്റൽ ബെഡിനകത്തെ ഈ സ്വിച്ചുകളെല്ലാം കണ്ടപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പേഷ്യൻ്റ് ബെഡിൽ നിന്ന് എണീറ്റ് പോയാൽ നഴ്സിംഗ് സ്റ്റേഷനിൽ അലാം അടിക്കും. പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് നമുക്ക് അതിൽ നോക്കാം. പേഷ്യൻറ്റിനെ നമുക്ക് ടെൻഡൽബർഗ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇങ്ങനെ കിടത്തുന്നത് ടെൻഡൽബർഗ് പൊസിഷനിൽ കിടത്താൻ പറ്റും. IV ഒക്കെ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ പേഷ്യൻറ്റിന് നമ്മുടെ ഹൈറ്റിൽ നമുക്ക് എത്താൻ പറ്റും. അങ്ങനത്തെ ബെഡ് ഞാൻ ആദ്യമായിട്ട് കാണുക. പ്രൈമർ ഇടാൻ മറന്നു പോയി, സാരമില്ല, നമ്മൾ മേക്കപ്പ് ചെയ്ത് പഠിക്കുകയല്ലേ, ഫൈൻ. അടുത്ത ഒരു സാധനം ഞാൻ പറയാവേ. എന്തായിരുന്നു ആ ട്യൂബിൻ്റെ പേര്? ന്യൂമാറ്റിക് ട്യൂബ് എന്നാ പേര്. 13ാമത്തെ ഇവിടെ ഉണ്ട് ഒരു കറുത്തപാട്. ഓക്കെ, 13ാമത്തെ ഫ്ലോറിലാന്ന് വിചാരിക്കുക. അപ്പോൾ 13ാമത്തെ ഫ്ലോറിൽ നിന്ന് ട്യൂബിനകത്ത് നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൻ്റെ സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്യൂബിൽ നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മുടെ ID അവിടെ ടൈപ്പ് ചെയ്തിട്ട് ആ ലാബിലേക്ക് നമ്മൾ ഒരു ട്യൂബ് വഴി വിടുന്നു. പൊളിയല്ലേ? അതെന്താ, മറ്റേ എയർ സെക്ഷനോ? പണ്ട് ഞാൻ ഇതുപോലെ കണ്ട് ഞെട്ടിയിട്ടുള്ള ഇതുപോലത്തെ ഒരു ട്യൂബ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴും തുണി മേടിക്കാൻ പോകുന്ന ഒരു കടയായിരുന്നു ഗ്രാൻഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്, പേരാമ്പ്ര ഉള്ളതാണ്. നമ്മൾ മേലത്തെ ഫ്ലോറിൽ പോയി സാധനം മേടിച്ചാൽ മേലത്തെ നിന്ന് ചേട്ടന്മാർ ഒരു ട്യൂബ് വഴി ഷിറൂന്ന് പറഞ്ഞ താഴത്തേക്ക് ക്യാഷ് കൗണ്ടറിൽ എത്തിക്കും. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി. പിന്നെ എന്നെ ഞെട്ടിച്ച ഒരു കാര്യമാണ് ഇവിടുത്തെ മെഡിസിൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ പേഷ്യൻറ്റിനും ഉള്ളത് അപ്പം വരും. ഇപ്പം 8 മണിക്ക് മെഡിസിൻ കൊടുക്കേണ്ട 8 മണിക്ക് കാണുന്ന മെഡിസിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അപ്പം നമ്മൾ അതിനകത്ത് ആ മെഡിസിൻ എടുക്കുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞ് പാക്കറ്റിലായിട്ടാണ് വരുന്നത്. ഒരു പ്രാവശ്യം കൊടുക്കാനുള്ള മെഡിസിൻ മാത്രമേ ഒരു കുഞ്ഞ് പാക്കറ്റ് വരത്തുള്ളൂ. എന്നിട്ട് ആ മെഡിസിൻ്റെ സ്കാൻ ചെയ്യാനുള്ളതും മുക്കൽപ്പം കൂടെ ചുമക്കാം. ഐലൈനർ എഴുതിയിട്ട് നന്നായിട്ട് വിങ്ക് ഇടുക എന്നുള്ളതൊരു കഴിവ് തന്നെയാണ് മോനെ, കഴിവ്. ഡാൻസിന് എഴുതിയ പോലെ ആയിപ്പോയോ? അത് കഴിഞ്ഞു പോയി, എല്ലാം കഴിഞ്ഞു പോയി. ഇപ്പം എന്തായി? ഉണങ്ങുന്നതിന് മുന്നേ നമ്മളങ്ങോട്ട് ഇച്ചിരി അങ്ങ് പടർത്തും. വാട്ടർ പ്രൂഫൊക്കെ മേടിക്കുമ്പോൾ ഓർക്കണേ. ഇതൊരു മേക്കപ്പ് ട്യൂട്ടോറിയലൊന്നും അല്ല കേട്ടോ, എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല. കട്ട്. ഇപ്പോൾ ലാബിൽ പോകാൻ വേണ്ടി ഇതാട്ടോ ഞങ്ങളുടെ ലാബിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ്. യൂണിഫോം സ്ക്രബാണ്. അപ്പോൾ ഇതാ എൻ്റെ സ്ക്രബ്. ഇത് കണ്ടോ? ഇതെൻ്റെ കോളേജ്. ഒരു നരച്ച മുടി കണ്ടോ? ട്രാഫിക് എന്നുള്ള സിനിമയില്ലേ, ഞാനൊരു ആസിഫ് അലി ഫാൻ ആട്ടോ. കാറൊക്കെ മാറ്റി ഇങ്ങനെ റോഡൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ഓർഗൻ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഓർഗൻസ് ഒക്കെ മിക്കപ്പോഴും വരുന്നത് ഹെലികോപ്റ്ററിലാണ്. ഇപ്പോഴും നമ്മൾ JCB കണ്ടാൽ കാണാൻ നിൽക്കത്തില്ല. അതുപോലെ തന്നെയല്ലേ ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്ന കാണുമ്പം നമുക്കൊരു ക്യൂരിയോസിറ്റി അല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അപ്പുറത്തെ ഹോസ്പിറ്റലിൻ്റെ മണ്ടയ്ക്ക് വന്നപ്പോൾ എടുത്തു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാമേ. സോ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മണ്ടയ്ക്ക് ഹെലികോപ്റ്റർ വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഇറങ്ങുമ്പം സമയത്ത് എനിക്ക് ബുദ്ധി പോയില്ല അതൊന്ന് എടുത്തു വെക്കാമെന്ന്. പക്ഷേ അത് അവിടെ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങി അവിടെ ഹോസ്പിറ്റലിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്ന ഒരു എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനും ആ റൂമിലെ പേഷ്യൻറ്റും കൂടെ ഇരുന്ന് ആ ഹെലികോപ്റ്റർ വന്നിറങ്ങിയത് കണ്ടത്. മാക്സിമം നമുക്ക് പശു നക്കിയ പോലെ ആക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഹെയർ സ്റ്റൈലിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ നാട്ടിലെ ആധാർ കാർഡില്ലേ, ആധാർ കാർഡ് പോലെ ഇവിടെ നമുക്കൊരു ഹെൽത്ത് കാർഡുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു രോഗത്തിന് അഡ്മിറ്റ് ആകുമ്പം അയാളുടെ എല്ലാ ഹിസ്റ്ററിയും നമുക്ക് അതിൽ കാണാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും. അതായത് ഇപ്പോൾ അയാൾ അഡ്മിറ്റ് ആയിരിക്കുന്നത് മഞ്ഞപ്പിത്തം കൊണ്ടാണെന്ന് വിചാരിക്കും. പണ്ട് അയാൾക്ക് ഒരു സീരിയസ് പനിയായിട്ട് അയാൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണ്ടൊരു എക്സ്റേ എടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാ സാധനവും കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ ബ്ലാഡർ സ്കാനർ, ഒരു മെഷീൻ എടുത്തിട്ട് പോയിട്ട് നമ്മൾ തന്നെ ബ്ലാഡർ സ്കാൻ ചെയ്യാൻ പറ്റും. ECG നമ്മൾ തന്നെ എടുക്കുന്നത്. ഒരു എക്സ്റേ മെഷീൻ കൊണ്ട് പേഷ്യൻ്റെ റൂമിൽ വന്നിട്ട് എക്സ്റേ എടുത്തിട്ട് ആൾക്കാർ തിരിച്ചു പോകുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്?
ഷൂസ്. മൈ ന്യൂ, എൻ്റെ പുതിയ, എൻ്റെ ഫേവറേറ്റ് ഷൂസ് ഓൺ. ഷൂസ്. ടൈം പോയി പോട്ടെ. ബായ്. അടുത്ത വീഡിയോയിൽ കാണാം. ഈ ബായ് നമുക്കൊന്ന് ശരിയാക്കണം. ബായ്. ബായ്. ബായ്.